ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സയൻസ് മാജിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജി സബ്ജക്റ്റിലെ 2ാമത്തെ അധ്യായത്തിൽ കണ്ണിൻ്റെ ഘടന എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കാനുണ്ട്. ആ കണ്ണിൻ്റെ ഘടന എന്ന് പറയുന്ന പോർഷനിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കണ്ണിൻ്റെ ഡിസെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഘടന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പോത്തിൻ്റെ കണ്ണിനെ നമ്മളൊന്ന് മുറിച്ച് പഠിച്ചു നോക്കുകയാണ്. അതിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, എന്നിട്ട് അതിനെ നമ്മൾ മനുഷ്യൻ്റെ കണ്ണുമായിട്ട് സാമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുറിക്കാനുള്ള പോത്തിൻ്റെ കണ്ണൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഇതാണ് നമ്മളിന്ന് ഡിസെക്റ്റ് ചെയ്യാൻ പോകുന്ന പോത്തിൻ്റെ കണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ണ് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഡിസെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ കണ്ണെടുത്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇതൊക്കെ പുറമേ കാണപ്പെടുന്ന പേശികളാണ് അല്ലേ, ഇതെല്ലാം ഇതിൻ്റെ പുറത്തുള്ള പേശികളാണ്. ഇതൊക്കെ നമുക്ക് ആദ്യം ഒഴിവാക്കി കളയണം, കട്ട് ചെയ്ത് കളയണം. എന്നതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഡിസെക്ഷൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്കിത് ഒന്ന് ചെയ്ത് നോക്കാം. കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പുറമേയുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ബ്ലേഡ് കൊണ്ട് ഉപയോഗിച്ച് നമുക്ക്, അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് എടുത്ത് കളയാൻ പറ്റും. ഈ ഒരു കണ്ണാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസെക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭാഗം കാണാം. കണ്ടോ, ഇത് ബ്ലേഡിട്ട് മുറിഞ്ഞു പോയതാണ്. ഇതാണ്ടോ, ചെറിയ പാവാണ്, ബ്ലേഡിട്ട് മുറിഞ്ഞു പോയതാണ്. ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗമാണ് നേത്രനാഡി എന്ന് പറയുന്ന ഭാഗം. മലയാളത്തിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് നേത്രനാഡി എന്നാണ്. ഇത് അല്പം മുറിഞ്ഞു പോയിട്ടുണ്ട്, ബ്ലേഡ് ഉപയോഗിച്ചപ്പോൾ മുറിഞ്ഞു പോയതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗമാണ് ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡി എന്ന് പറയുന്നത്. ദെൻ കണ്ണിൻ്റെ മുൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു റീജിയൻ കാണാൻ പറ്റും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇതാണ് കോർണിയ എന്ന് പറയുന്ന ഭാഗം. കണ്ണിൻ്റെ ഏറ്റവും മുൻവശത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഭാഗം. ഇതാണ് ഈ ഒരു ബ്ലാക്ക് പോർഷനാണ് എന്ത് പറയുന്നത്, കോർണിയ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇത്രയാണ് കണ്ണിൻ്റെ പുറമേ നമുക്ക് പറയാനുള്ളത്. ഇത് കോർണിയ എന്ന് പറയുന്ന കണ്ണിൻ്റെ മുൻവശത്തുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേത്രനാഡി അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് കാണാൻ സാധിക്കും. അപ്പോൾ കണ്ണിലുണ്ടായിട്ടുള്ള സന്ദേശത്തെ നമ്മുടെ തലച്ചോറ് സെറിബ്രത്തിൽ എത്തിക്കുന്നത് ഈ ഒരു നേത്രനാഡിയാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള അതിശക്തമായിട്ടുള്ള ആവരണമാണ്. ഏറ്റവും പുറമേയുള്ള ആവരണമാണ്. കണ്ണിന് പ്രധാനമായിട്ട് 3 പാളിയാണുള്ളത്. അപ്പോൾ ഏറ്റവും പുറമേയുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് സ്ക്ലീറ എന്നാണ്, അല്ലെങ്കിൽ ദൃഢപടലം എന്ന് വിളിക്കും. അതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഏറ്റവും പുറമേയുള്ള ഈ ഒരു ഭാഗമാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹ്യൂമൻ ബോഡിയിലാണെങ്കിൽ ഇത് വൈറ്റിഷ് കളറായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഔട്ടർ റീജിയനിൽ കാണപ്പെടുന്ന ഭാഗമാണ്. വളരെ ഇറ്റ് ഈസ് പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണിൻ്റെ ഫേംനെസ്, ദൃഢതയൊക്കെ നിലനിർത്തുന്നതിൽ ഈ ഒരു സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗത്തിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അപ്പോൾ ഇത് കോർണിയാണ്. പുറമേയുള്ള ഈ ഒരു ആവരണമാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒപ്റ്റിക് നെർവ് അഥവാ നേത്രനാഡി കാണാൻ സാധിക്കും. ബാക്കിയൊക്കെ ഇതൊക്കെ പേശികളാണ്, എക്സ്റ്റേണൽ മസിൽ കണക്റ്റീവ് ടിഷ്യൂസ് പേശികളൊക്കെയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഭാഗമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് കൺവെൻഷനലായിട്ട് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോർണിയയ്ക്കും അതുപോലെ തന്നെ സ്ക്ലീറയ്ക്കും ഇടയിലുള്ള ഈ ഒരു ഭാഗം ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആ ഒരു ഭാഗത്ത് ചെറിയൊരു, വളരെ സോഫ്റ്റൊന്നും അല്ല, കുറച്ച് ഹാർഡാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കി നോക്കാം. ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ടിങ് ഒന്നിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മതി. എല്ലാ വശത്തേക്കും ഈ ഒരു കട്ടിങ് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇതിങ്ങനെ മെല്ലെ മെല്ലെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. നമ്മളിതൊരു പ്രൊഫഷണൽ ഡിസെക്ഷൻ അല്ല. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള ജസ്റ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് അറിയണം. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസെക്ഷൻ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി നോക്കി, ബ്ലേഡൊക്കെ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടോ. നമുക്കിതൊന്നും കൂടി ഒന്ന് മുഴുവനാക്കണം. ഇപ്പം മുഴുവനാക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്.
ഇപ്പം കട്ട് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മളിത് എന്താ ചെയ്യുക, മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 പീസായിട്ട് നമുക്കിത് കിട്ടണം. അപ്പം അതിന് വേണ്ടി നമ്മളിതൊന്ന് നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കൈ മുറിഞ്ഞു പോകരുത്. അപ്പം ബാക്കി ഭാഗം കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കത്രിക എടുത്ത് നോക്കാം. ഒരു കത്രിക എടുത്തിട്ട് നമ്മളിത് ബാക്കി ഭാഗത്ത് ഇങ്ങനെ മെല്ലെ കട്ട് ചെയ്യണേ. നല്ല ഹാർഡാണ് കേട്ടോ, പെട്ടെന്നൊന്നും അങ്ങനെ കട്ട് ചെയ്ത് പോരില്ല. നമ്മളിത് കട്ട് ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ കാണുന്നൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്, ഇത് നോക്കി നിങ്ങൾ, ഇതൊരു ഫ്ലൂയിഡാണ് കേട്ടോ. ജെല്ലി പോലുള്ളൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഇതാണ് ജെല്ലി പോലുള്ളൊരു ഫ്ലൂയിഡ്. ഇത് ജെല്ലിയാണ്, നമുക്ക് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു ജെല്ലി പോലുള്ള ഒരു ജെല്ല് പോലുള്ള ഒരു ദ്രാവകമാണ്, ഫ്ലൂയിഡാണ്. ഇത് കണ്ണിന്റെ ഈ ബാക്ക് വശത്തുള്ള, ഇതാണ് പുറകുവശം ഉണ്ടോ, ഈ പുറകുവശത്താണ് ഈ ഒരു ജെല്ലി പോലുള്ള ദ്രവം കാണുന്നത്. ഇതാ ഈ ഒരു പുറകുവശത്താണ്, ഈ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ജെല്ലി പോലുള്ള ഭാഗം കാണുന്നത് ഈ ഒരു പുറകുവശത്താണ്. ഈ ജെല്ലിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിട്രിയസ് ദ്രവം എന്നാണ് വിളിക്കുക. ഈ ജെല്ലി പോലുള്ള പദാർത്ഥത്തെ നമ്മൾ വിളിക്കുന്ന പേര് വിട്രിയസ് ദ്രവം എന്നാണ്. അതായത് കണ്ണിന്റെ റെറ്റിനയ്ക്കും ഉള്ളിൽ കാണുന്ന ഭാഗം നമ്മൾ പറയുന്നുണ്ട്, റെറ്റിനയ്ക്കും അതുപോലെ തന്നെ ലെൻസിനും ഇടയിലുള്ള ഈ ഒരു ദ്രാവകമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. കണ്ണിന്റെ ആകൃതി, ഈ പുറകുവശത്തുള്ള ആകൃതി നിലനിർത്തുന്നത് ഈ വിട്രിയസ് ദ്രവമാണ്. കൂടാതെ നിങ്ങൾക്ക് കണ്ണിന്റെ മുൻവശത്ത് എവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ജലം പോലുള്ള ദ്രാവകം കാണാൻ സാധിക്കും. ഇത് കണ്ണിന്റെ മുൻവശത്താണ് കാണുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോർണിയ ഉണ്ടല്ലോ, ആ കോർണിയയ്ക്കും അതുപോലെ തന്നെ അതിന്റെ പുറകിലുള്ള ലെൻസിനും ഇടയിൽ സാധാരണ നമ്മൾ വെള്ളം പോലുള്ള ഒരു ദ്രാവകം കാണുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അക്വസ് ദ്രവം എന്നാണ്. അപ്പോൾ ഇത് ജെല്ലി പോലുള്ള ഈ ഒരു ദ്രവം വിട്രിയസ് ദ്രവമാണ്. എന്നാൽ സാധാരണ വെള്ളം പോലുള്ള ദ്രവം എന്ന് പറയുന്നത് അക്വസ് ദ്രവമാണ്. അപ്പോൾ ഇത്തരത്തിൽ 2 ദ്രവങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത്. അക്വസ് ദ്രവമുണ്ട്, അതുപോലെ തന്നെ വിട്രിയസ് ദ്രവമുണ്ട്. ഈ അക്വസ് ദ്രവം കാണുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു ഭാഗത്തിനെയാണ് അക്വസ് അറ എന്ന് വിളിക്കുന്നത്. അതായത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള ഭാഗമാണ് അക്വസ് അറ. ആ അറയിലാണ് ഈ ഒരു ദ്രാവകം കാണുന്നത്. ഇതിനെയാണ് നമ്മൾ അക്വസ് ദ്രവം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ ജെല്ലി പോലുള്ള പദാർത്ഥം കാണുന്നത് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ്. ആ ഭാഗത്തെ നമ്മൾ വിട്രിയസ് അറ എന്നാണ് വിളിക്കുക. അതിലാണ് ഈ ഒരു ജെല്ലി പോലുള്ള, എന്താ പറയുക, നോക്കി നല്ല നെക്കിലൊക്കെ നല്ല സുഖമാണ്, ജെല്ലി പോലുള്ള വിട്രിയസ് ദ്രവം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ദ്രവങ്ങൾ മനുഷ്യന്റെ കണ്ണിലുണ്ട്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസെക്ട് ചെയ്തിട്ടുള്ള ബഫലോയുടെ കണ്ണിലുണ്ട്. നമുക്ക് കണ്ണിന്റെ ഫ്രണ്ട് പോർഷൻ, ഇതാണല്ലോ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. എന്താ ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പറഞ്ഞു എന്ത് കോർണിയ എന്ന് വിളിക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ്. അപ്പോൾ ഏറ്റവും മുൻവശത്തുള്ള സുതാര്യമായ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോർണിയയുടെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇത് നോക്കിയേ, കോർണിയയുടെ പുറകിലാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരിക്കുന്നത്. നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കോർണിയയുടെ പുറകിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നോക്കിയതാ, നമുക്ക് ഇങ്ങനെ 2 ഭാഗങ്ങൾ കാണാം ഉണ്ടോ. ഈ കോർണിയയുടെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നടുക്കൊരു സുഷിരം കാണാം. അത് കണ്ടോ, ഒരു ഹോള് കണ്ടോ. ഈ സുഷിരത്തെയാണ് പ്യൂപ്പിൾ എന്നാണ് ഈ സുഷിരത്തെ വിളിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സുഷിരം കാണാം, കണ്ടോ, വൃത്താകൃതിയിലുള്ള ഒരു എന്താ പറയുക ഗോളം, ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഭാഗം. ഇതിനെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ കണ്ണിന്റെ ഉള്ളിലേക്ക് പ്രകാശം എത്തുന്നത് ഈ പ്യൂപ്പിളിലൂടെയാണ്. പുറമേ നിന്നുള്ള പ്രകാശം ഈ പ്യൂപ്പിളിലൂടെയാണ് കണ്ണിന്റെ ഉള്ളിലേക്ക് എത്തുക. ഇനി ഈ ബ്ലാക്ക് കളറുള്ള ഭാഗം കണ്ടോ, പ്യൂപ്പിളിന് ചുറ്റും നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളറുള്ള ഒരു ഭാഗം കാണാം, പ്യൂപ്പിളിന് ചുറ്റുമായിട്ട് കാണുന്നുണ്ട്. ഈ ബ്ലാക്ക് കളറുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐറിസ് എന്നാണ് ഈ ബ്ലാക്ക് പോർഷനെ വിളിക്കുക. അതായത് ഐറിസ് കണ്ടോ, നിങ്ങൾക്ക് ഈ ബ്ലാക്ക് പോർഷൻ എന്ന് പറയുന്ന ഐറിസ് ആണ്. ഈ ഐറിസിന്റെ സെന്ററിലാണ് പ്യൂപ്പിൾ കാണാൻ പറ്റും. നോക്കിയതാ കണ്ടോ, ഇതിങ്ങനെ നോക്കി നമുക്ക് അപ്പുറം കാണാൻ പറ്റും. നിങ്ങൾക്ക് അപ്പുറം കാണുന്നുണ്ടല്ലോ, അപ്പുറം കാണുന്നുണ്ട്. ഇങ്ങനെ ഏതാ നോക്കി നിങ്ങൾക്ക് അപ്പുറം കാണാൻ സാധിക്കും. അതിന് കാരണം ഈ പ്യൂപ്പിളാണ്. ഈ പ്യൂപ്പിളിന്റെ ഉള്ളിലൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് വരുന്നത്. പ്യൂപ്പിളിന് ചുറ്റുമുള്ള ഈ ബ്ലാക്ക് കളറുള്ള ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇതാണ് കണ്ണിന്റെ ഫ്രണ്ട് വശത്തുള്ള 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഐറിസ് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഐറിസിൽ 2 തരം പേശികളാണ് ഉള്ളത്, സീലിയറി മസിൽസും അതുപോലെ തന്നെ റേഡിയൽ മസിൽസ്. ആ മസിൽസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതിൽ, പക്ഷെ നമുക്ക് തൽക്കാലം അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ പ്യൂപ്പിളും ഐറിസും മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കിയ കണ്ണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. പിടിച്ചാൽ കിട്ടുന്നില്ല കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലെൻസാണിത് കണ്ടോ. നോക്കി ഈ ലെൻസ് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് ലെൻസ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ കണ്ണിലാണെങ്കിൽ കോൺവെക്സ് ലെൻസാണ്. വളരെ ഡെലിക്കേറ്റ് ആണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്.
പ്രകാശത്തെ റിഫ്രാക്ട് ചെയ്ത് നിർത്താൻ ഇതിനൊരു പരിധിവരെ സാധിക്കും. പിന്നെ അതെന്താണ്, ഫ്ലെക്സിബിൾ ആയിരിക്കും ഇത്. നമുക്കിത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കാണുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഈ ലെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ടച്ച് ചെയ്ത് നോക്കിയാലൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. കണ്ണിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലെൻസാണ്. നമുക്ക് കാണാൻ സാധിക്കേണ്ട ലെൻസ് വളരെ അടിപൊളി ലെൻസാണ്. നമുക്ക് നോക്കിയാൽ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല, അത്രയും ഡെലിക്കേറ്റ് ആണ്, സോഫ്റ്റ് ആണ്. നമുക്കിത് ഇങ്ങനെ ഉണ്ടോ പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോർണിയയിലൂടെ വരുന്ന ലൈറ്റ് ലെൻസിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ലെൻസിലൂടെ പോകുന്നതിന് മുന്നേ ഇത് അക്വസ് അറയിലൂടെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഐറിസിലൂടെ പോകുന്നുണ്ട്. ദെൻ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിളിലൂടെയാണ് ലെൻസിലേക്ക് പ്രകാശം എത്തുന്നത്. ആ ലെൻസാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ലെൻസ്. ഇനി നമുക്ക് ബാക്ക് വശത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് കണ്ണിന്റെ ബാക്കിലുള്ള വശം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജെല്ലി കണ്ടോ നിങ്ങൾ, ഇതാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്താ ഇതിന്റെ ഉള്ളിൽ നോക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാണ്. ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് കാണാൻ നോക്കാം. ക്രോസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. മുറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണിത്. അത്ര പെട്ടെന്നൊന്നും എന്താ പറയുക കട്ടിങ് നടക്കില്ല. വളരെ ശ്രദ്ധയോടെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. വളരെ ഡെലിക്കേറ്റ് ഒന്നുമല്ല, വളരെ ഹാർഡാണ്. അത് ബാക്കൊക്കെ വളരെ ഹാർഡാണ്. തൽക്കാലം നമുക്ക് മനസ്സിലാക്കേണ്ടതാ. ഇത് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ കാണാം. ഇവിടെയാണ് കണ്ണിന്റെ ബാക്കിയുള്ള രണ്ട് ലെയേഴ്സ് ഉള്ളത്. ആദ്യത്തെ ലെയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. പിന്നെ ഉള്ളിൽ നമുക്ക് രണ്ട് ലെയറാണ് കാണുന്നത്. ഒന്ന് റെറ്റിനയും മറ്റേത് കൊറോയിഡുമാണ്. റെറ്റിനയും കൊറോയിഡുമാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതിങ്ങനെ എടുത്ത് നമുക്ക് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലെയറാണ് കേട്ടോ. ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പുറകിൽ കാണുന്ന ഭാഗമാണ്, ഇതാണ് കൊറോയിഡ് എന്ന് പറയുന്ന ഭാഗം കേട്ടോ. ഈ ഒരു ലെയറാണ് കൊറോയിഡ് എന്ന് പറയുന്നത്. അതായത് സ്ക്ലീറ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന ലെയറാണ് ഈ കൊറോയിഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തു കളഞ്ഞതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ പാളിയായിട്ട് ഇങ്ങനെ കിട്ടും. ഈ കൊറോയിഡിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ നീല കളറിലൊക്കെ കാണുന്ന ഈ ഒരു ഭാഗം, ഇതിനെയാണ് റെറ്റിന എന്ന് വിളിക്കുന്നത്. ഈ ഉള്ളിൽ കാണുന്ന ഭാഗം, ഈ നീല കളറിലൊക്കെ കാണുന്ന ഭാഗമാണ് റെറ്റിന. പക്ഷേ നമ്മുടെ റെറ്റിനയൊക്കെ കംപ്ലീറ്റ് ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് ഒരു നീല കളർ കാണാൻ സാധിക്കും, ഷൈനിങ് ആയിട്ടുള്ള ഒരു നീല കളർ. ഇത് ബഫലോയിലൊക്കെ കാണുന്ന പ്രത്യേക ഭാഗമാണ്. ടപ്പീറ്റം എന്നാണ് വിളിക്കുക. ടപ്പീറ്റം ലൂസിഡം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. റെറ്റിനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ റെറ്റിനയുടെ പുറകിലായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കണ്ടോ. ഇതിനെ പൊളിച്ചു കഴിഞ്ഞാൽ കണ്ടോ, റെറ്റിന നമുക്ക് പൊളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു പാളിയുണ്ട്. ഇതാണ് കൊറോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ 3 പാളിയാണ് കണ്ണിനുള്ളത്. ഏറ്റവും പുറമേയുള്ള പാളി സ്ക്ലീറയാണ്. സ്ക്ലീറ കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഭാഗം ഈ കൊറോയിഡാണ്. കൊറോയിഡ് കണ്ടോ, ഇതാണ് കൊറോയിഡ്. ധാരാളം ബ്ലഡ് വെസൽ ഉള്ള ഒരു ഭാഗമാണ് കൊറോയിഡ് എന്ന് പറയുന്നത്. പിന്നെ കൊറോയിഡിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറിച്ചു കളഞ്ഞിട്ടുള്ള റെറ്റിന എന്ന് പറയുന്ന ഭാഗം. ഇത് നീല കളറുള്ളത് റെറ്റിനയിൽ കാണപ്പെടുന്ന ടപ്പീറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും ഭാഗങ്ങളാണ് കണ്ണിന്റെ ഡിസെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുൻവശത്ത് നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നത് കോർണിയ എന്ന് പറയുന്ന ഭാഗമാണ്. അതാണ് നമ്മൾ ഇതായി എടുത്തു വെച്ചിട്ടുള്ളത്. കോർണിയ എന്ന് പറയുന്ന ഭാഗമാണ്. കോർണിയ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു ഹോള് കാണാൻ പറ്റും. ആ ഹോളാണ് പ്യൂപ്പിൾ. പ്യൂപ്പിളിന് ചുറ്റും കാണുന്ന ഈ ബ്ലാക്ക് പോർഷനാണ് ഐറിസ് എന്ന് പറയുന്നത്. പിന്നെ അക്വസ് അറിയും, അക്വസ് ദ്രവമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതാണ് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലെൻസ് ഉണ്ടോ, സൂപ്പർ ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ കാണുന്നത് ഈ ജെല്ലി പോലുള്ള ദ്രാവകമാണ്. ലെൻസിന്റെ ബാക്കിൽ ഈ ജെല്ലി പോലുള്ള ദ്രാവകമാണ്. ഇതിനെയാണ് നമ്മൾ വിട്രിയസ് ദ്രവം എന്നൊക്കെ വിളിക്കുന്നത്. ഈ വിട്രിയസ് ദ്രവം കാണുന്ന അറയാണ് വിട്രിയസ് അറ എന്ന് പറയുന്നത്. പിന്നീട് ബാക്കിൽ 3 പാളികളുണ്ട്. ആ 3 പാളികളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ആദ്യത്തെ പാളി സ്ക്ലീറയാണ് അല്ലെങ്കിൽ ദൃഢപടലമാണ്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ കൊറോയിഡ് അഥവാ രക്തപടലം എന്ന് പറയുന്ന ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ ഏറ്റവും ഉള്ളിലായിട്ട് റെറ്റിന. റെറ്റിനയിൽ ഈ നീല കളർ കാണുന്നത് ടപ്പീറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ കണ്ണിൽ ആ ഭാഗമില്ല, റെറ്റിന മാത്രമാണുള്ളത്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഒപ്റ്റിക് നെർവ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതാണ് ഐ ഡിസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും ചെയ്ത് നോക്കാം, വളരെ സിമ്പിളാണ്. നിങ്ങളെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത്രയും ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും കണ്ണിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.